പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധം എന്ന ഈ ചാനലിലൂടെയുള്ള ഈ മഹായാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയം നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒത്തുചേരുന്നത് കേവലം ഒരു അറിവ് പങ്കുവയ്ക്കുവാൻ മാത്രമല്ല, മറിച്ച് നമുക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അനന്തമായ പ്രപഞ്ചശക്തിയെ, ആ ദിവ്യമായ ചൈതന്യത്തെ ഉണർത്തുവാനുള്ള ഒരു വലിയ തീരുമാനമെടുക്കുവാനാണ്. ഈ യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ DNA ഏറ്റവും അഗാധമായ തലങ്ങളിലേക്കാണ്. എന്നാൽ ഒരു വലിയ കെട്ടിടം പണിയാൻ അടിത്തറ എത്ര പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരിമിതികളിൽ തളയ്ക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഉയർന്ന ബോധത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്? ഇതിനൊരു ഉത്തരമുണ്ട്. നമ്മൾ വെറും മാംസപേശികളല്ല, മറിച്ച് നമ്മളെല്ലാം പ്രകാശത്താൽ നിർമ്മിതമായ കോസ്മിക് ബ്ലൂ പ്രിന്റ് പേറുന്നവരാണ്. ഇതിനെ നമുക്ക് ക്രിസ്റ്റോസ് അവതാർ സെൽഫ് അല്ലെങ്കിൽ ക്രിസ്റ്റോസ് അവതാർ ബോധം എന്നൊക്കെ വിളിക്കാം. അതായത് നമുക്കുള്ളിലെ ഏറ്റവും പരിശുദ്ധമായതും ഈ പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുമായ നമ്മുടെ യഥാർത്ഥ സ്വത്വം. എന്നാൽ ഈ ഉന്നത ബോധത്തിന് നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായും പ്രകാശിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ വീട്, അതായത് നമ്മുടെ ഊർജമണ്ഡലമായ ഓറ അനേകം അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് നമ്മുടെ ഭയങ്ങൾ, ആകുലതകൾ, മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ഓറയിൽ വലിയൊരു പാളിയായി അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ DNA സ്വാഭാവികമായ പ്രവർത്തനത്തെ തടയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു കണ്ണാടിയിൽ പൊടി പറ്റിപ്പിടിച്ചാൽ അതിൽ മറ്റൊരു പ്രതിബിംബം കാണാൻ കഴിയില്ലാത്തതുപോലെയാണ് നമ്മുടെ ഓറയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ തടസ്സങ്ങളെ നീക്കം ചെയ്യാതെ നമുക്ക് ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനായി നമുക്ക് നമ്മുടെ ഓറയെ ആദ്യം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഓറയിൽ മാത്രമല്ല ഈ തടസ്സങ്ങൾ ഉള്ളത്. നമ്മുടെ ശരീരത്തിന്റെ 5 പ്രധാന കേന്ദ്രങ്ങളിൽ ജേസീൽ അഥവാ ജഹോവിയൻ സീൽ എന്നറിയപ്പെടുന്ന ചില ഊർജ കെട്ടുകളുണ്ട്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നവരായിരുന്നു എന്നാണ് ആത്മീയ പഠനങ്ങൾ പറയുന്നത്. അവരുടെ DNA 12 സ്ട്രാൻഡുകൾ വരെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ചില കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ഉന്നത ബോധത്തെയും DNA ശക്തിയെയും അടിച്ചമർത്താൻ വേണ്ടി ചില ബാഹ്യശക്തികൾ നമ്മുടെ ഊർജ സംവിധാനത്തിലേക്ക് ജേസീലുകൾ എന്ന കെട്ടുകളെ ചേർക്കുകയുണ്ടായി. അതായത് നമ്മൾ പവർഫുൾ ആകുന്നത് തടയാൻ വേണ്ടി വെച്ച ഒരു തടസ്സമാണിത്. ഈ സീലുകൾ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് നമ്മുടെ DNA ടെംപ്ലേറ്റിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ട് ജനനത്തിലൂടെ അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഈ തടസ്സങ്ങളോടെയാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ. ഇത് നമ്മുടെ ജനിതകമായ ഒരു ബ്ലൂ പ്രിന്റ് പോലെയായി മാറിയിരിക്കുകയാണ്. ഒരു കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയാൽ അത് എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ നമ്മുടെ DNA ബ്ലൂ പ്രിന്റിനെ തടയുന്ന ഊർജ വൈറസുകളാണിവ. ഈ 1-ാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓറയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുകയും ജേസീൽ എന്ന ആ അദൃശ്യ കെട്ടുകളെ അഴിച്ചു മാറ്റുകയുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കേവലം ഒരു ക്ലീനിങ് മാത്രമല്ല. ഇത് ക്രിസ്റ്റോസ് അവതാർ ബോധത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരാൻ ഒരു പാത ഒരുക്കുകയാണ്. നമ്മളിവിടെ ശുദ്ധീകരിക്കപ്പെടുന്നത് നമുക്കുള്ളിലെ ദിവ്യത്വത്തെ സ്വീകരിക്കാനാണ്. ഈ ഭാഗത്ത് നമ്മൾ ഒരു അടിത്തറ ഒരുക്കുകയാണ്. തുടർന്ന് 2-ാം ഭാഗത്ത് നമ്മൾ DNA ബ്ലോക്കുകളെ ഡീപ്രോഗ്രാം ചെയ്യുകയും 3-ാം ഭാഗം മുതൽ നമ്മൾ ഓരോ സ്ട്രാൻഡുകളായി നമ്മുടെ DNA ഉണർത്താൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ഭാഗങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ആക്ടിവേഷൻ കോഡുകളും അത്യന്തം പവിത്രമാണ്. അതൊരു വിവരമല്ല, അതൊരു ഊർജ പ്രവാഹമാണ്. അതുകൊണ്ട് ഈ പ്രക്രിയയിൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടെ മുന്നേറുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ആക്ടിവേഷൻ കോഡുകൾ നമുക്ക് ലഭ്യമാകുക. നമ്മൾ ഈ പാതയിൽ മുന്നോട്ട് പോകാൻ
താല്പര്യപ്പെടുന്നുവെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെ അവസാനവും ഇവിടെ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ കോഡുകൾ സ്വകാര്യമായി പങ്കുവയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അതിനായി തയ്യാറെടുക്കുക. നമ്മുടെ ശരീരത്തെ ഒരു അൾത്താര പോലെ പവിത്രമായി സൂക്ഷിക്കാൻ നമ്മുടെ ഓറയിലെയും ജേസിൽ കേന്ദ്രങ്ങളിലെയും തടസ്സങ്ങൾ നീക്കി ആ ഉന്നത ബോധത്തിന് നമ്മളിലേക്ക് വരാൻ ഒരു ഇടമൊരുക്കാൻ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. നമ്മുടെ യാത്രയുടെ ആദ്യ പടിയിലേക്ക്, നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ നമ്മുടെ യാത്രയുടെ പരിശീലന പ്രോട്ടോക്കോളുകളെല്ലാം ഏകദേശം കൃത്യമായി മനസ്സിലാക്കി. എന്നാൽ ആ പ്രോട്ടോക്കോളുകൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്തിനെയാണ് ശുദ്ധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഊർജമണ്ഡലമായ ഓറയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഓറ എന്നത് വെറുമൊരു പ്രകാശവലയമല്ല, അതൊരു സബ്റ്റൽ ബോഡി അഥവാ സൂക്ഷ്മ ശരീരമാണ്. നമ്മുടെ ഭൗതിക ശരീരത്തിന് ചുറ്റും ഒരു കവചം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഊർജ സംവിധാനമാണിത്. ക്രിസ്റ്റോസ് അവതാർ ബോധം എന്ന ആ വലിയ പ്രപഞ്ച ഊർജത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരം തയ്യാറാകണമെങ്കിൽ നമ്മുടെ ഓറ സുതാര്യമായിരിക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ദിവസവും ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്ത് നമ്മുടെ ഓറയ്ക്ക് വലിയ തകരാറുകൾ സംഭവിക്കുന്നുണ്ട്. എന്താണ് ഈ തകരാറുകൾ എന്ന് നോക്കിയാൽ, ഒന്നാമതായി എനർജി ലീക്കുകളാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ അമിതമായ നെഗറ്റീവ് വികാരങ്ങൾ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഇവയെല്ലാം നമ്മുടെ ഓറയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ വീഴ്ത്തുന്നുണ്ട്. ഈ ദ്വാരങ്ങളിലൂടെ നമ്മുടെ ജീവോർജം ചോർന്നു പോകുന്നുണ്ട് ഒത്തിരി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അകാരണമായ ക്ഷീണവും തളർച്ചയും അനുഭവിക്കുന്നത്. രണ്ടാമതായി കാർമിക അവശിഷ്ടങ്ങളാണ്. നമ്മൾ പോലും അറിയാതെ പഴയകാല ചിന്തകളും ഭയങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഓറയിൽ കട്ട പിടിച്ച് കിടപ്പുണ്ട്. ഇതിനെയാണ് നമ്മൾ അഴുക്കെന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റോസ് അവതാർ ബോധം എന്നത് പ്രകാശമാണ്. ഒരു മുറിയിൽ മുഴുവൻ അഴുക്കാണെങ്കിൽ ആ മുറിയിലേക്ക് പ്രകാശം കടന്നു വന്നാൽ പോലും അവിടെ ഒരു തിളക്കവും ഉണ്ടാകില്ല. സാധാരണഗതിയിൽ പ്രകാശത്തിന് പോലും കടന്നു വരാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മുടെ ഓറയിലും ഈ മാലിന്യങ്ങൾ ഉള്ളതുകൊണ്ട് ആ ബോധത്തിന് നമ്മിലേക്ക് കടന്നു വരാൻ കഴിയാത്തത്. നമ്മുടെ ഓറ ഈ അവശിഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ DNA ആ ബോധത്തെ സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. നാം ഓറയെ ശുദ്ധീകരിക്കുമ്പോൾ ചെയ്യുന്നത് ഈ ലീക്കുകളെ അടയ്ക്കുകയാണ്. നമ്മുടെ ഊർജത്തെ പുറത്തേക്ക് പോകാതെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ആദ്യ ലക്ഷ്യമെന്നത്. ഇതൊരു എനർജി സീലിംഗ് പ്രക്രിയയാണ്. ഓറ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഒരു പുതിയ കവചം നിർമ്മിക്കുകയാണ് ഇവിടെ. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമെന്നത് DNA-യും ഓറയും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ DNA ഹാർഡ്വെയർ ആണെങ്കിൽ നമ്മുടെ ഓറ എന്നത് സോഫ്റ്റ്വെയറായ കവചമാണ്. ആ കവചം വൃത്തിഹീനമായാൽ ഹാർഡ്വെയറും പ്രവർത്തനരഹിതമാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓറയിലുള്ള ഈ തടസ്സങ്ങളെ ബോധപൂർവം തിരിച്ചറിയുക എന്നതാണ്. ഓരോ ഭാഗത്തും നമ്മൾ ഈ ശുദ്ധീകരണത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അതിനു മുൻപ് നമ്മുടെ ഊർജം എങ്ങനെയൊക്കെയാണ് ചോർന്നു പോകുന്നതെന്ന് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങേണ്ടതുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് അസ്വസ്ഥരാകുന്നത്, ഏത് വ്യക്തികളെ കാണുമ്പോഴാണ് നമുക്ക് തളർച്ച തോന്നുന്നത്, ഇതൊക്കെ നമ്മുടെ ഓറയിൽ തകരാറുകൾ ഉണ്ടെന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അറിവ് ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഘട്ടമായ ജേസീലുകളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓറ ഒരു വശത്ത് ചോരുമ്പോൾ ജേസീലുകൾ മറുവശത്ത് ഊർജത്തെ തടഞ്ഞു വെക്കുകയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ DNA മരവിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓറയെ നമ്മൾ നിരീക്ഷിക്കണം. നമ്മൾ ശുദ്ധീകരിക്കുന്ന ആ വലിയ ഊർജമണ്ഡലത്തിൻ്റെ വലുപ്പവും പ്രധാനവും തിരിച്ചറിയണം നമ്മൾ.
അറിവിലൂടെയാണ് നമ്മൾ ഊർജത്തെ നിയന്ത്രിക്കുന്നത്. അറിവില്ലാത്ത ഊർജം അനിയന്ത്രിതമാണ്. അറിവുള്ള ഊർജം മാസ്റ്ററിയാണ്. നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യമെന്നത് ഒരു ക്രിസ്റ്റോസ് അവതാറായി മാറലാണ്. അതിനുള്ള പടവുകൾ ഓരോന്നായി നാം താണ്ടുകയാണ് ഇവിടെ. ഈ അറിവുകൾ നിങ്ങളുടെ ബോധത്തിൽ ഉറപ്പിക്കപ്പെടണം. ഇനി നമുക്ക് ഇതിലും ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക്, ജെസീലുകളുടെ സാങ്കേതികമായ വശങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ്. അങ്ങേയറ്റം ഗൗരവത്തോടെ നമുക്ക് ഈ ചിന്തകളെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു വിജ്ഞാനമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഊർജമണ്ഡലമായ ഓറയെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ഓറ വലിയൊരു സുരക്ഷാ കവചമാണെന്നും അതിലെ ദ്വാരങ്ങളിലൂടെ ഊർജം ചോർന്നു പോകുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഓറ എന്നത് പുറംഭാഗം മാത്രമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ വളരെ ആഴത്തിൽ നമ്മുടെ DNA പ്രവർത്തനത്തെ മരവിപ്പിക്കുന്ന ചില ഊർജ ലോക്കുകൾ ഉണ്ടെന്ന് നമ്മൾ തൊട്ട് മുൻപൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനെയാണ് നമ്മൾ ജെസീലുകൾ അഥവാ ജഹോവിയൻ സീലുകൾ എന്ന് വിളിക്കുന്നത്. നമ്മളിനി സംസാരിക്കുന്നത് ഇതിൻ്റെ സാങ്കേതികമായ വശങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ജെസീലുകൾ പ്രവർത്തിക്കുന്നത് വാതിലുകൾ ലോക്ക് ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ എത്രത്തോളം ആത്മീയമായ കാര്യങ്ങൾ ചെയ്താലും, എത്ര പ്രാർത്ഥനകൾ നടത്തിയാലും, നമ്മുടെ ഉന്നതബോധമായ ക്രിസ്റ്റോസ് അവതാർ ബോധം നമുക്ക് അനുഭവഭേദ്യമാകാത്തതിൻ്റെ പ്രധാന കാരണമെന്നത് ഈ സീലുകളാണ്. ഈ ജെസീലുകൾ വെറുമൊരു ഊർജ തടസ്സമല്ല, മറിച്ച് ഇവ നമ്മുടെ ശരീരത്തിലെ 5 പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എനർജി കമാൻഡ് സെന്ററുകളെ അസാധുവാക്കുന്നവയാണ്. ജെസീലുകളെ നമ്മുടെ ശരീരത്തിലെ 5 പ്രധാന കേന്ദ്രങ്ങളിലായാണ് വിന്യസിച്ചിരിക്കുന്നത്. ഈ 5 കേന്ദ്രങ്ങളാണ് നമ്മിലേക്ക് വരുന്ന ഉന്നതബോധമായ ക്രിസ്റ്റോസ് അവതാർ സെൽഫിനെ, അതിൻ്റെ പ്രവാഹത്തെ തടയുന്ന പ്രധാന തടസ്സങ്ങൾ. ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ജെസീലുകളുടെ സ്ഥാനവും അവയാൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് 7ാമത്തെ ജെസീൽ അഥവാ ക്രൗൺ സീൽ എന്താണെന്ന് നോക്കാം. ഇതിനെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കാൻ നമ്മുടെ തല വലിയൊരു ആന്റിനയാണെന്ന് സങ്കല്പിച്ചാൽ, ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമുക്കറിയാം, അല്ലേ? ഒരു വലിയ പ്രപഞ്ചശക്തി, ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മെ നയിക്കുന്നുണ്ട്. ആ ശക്തിയിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളും വഴികാട്ടലും ഒക്കെ സ്വീകരിക്കാൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ആന്റിനയുണ്ട്. എന്നാൽ ഈ 7ാമത്തെ ജെസീൽ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ഭാരമേറിയ ഇരുമ്പ് തൊപ്പി പോലെയാണ്. ഈ തൊപ്പി തലയിലിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കണക്ഷൻ അവിടെ കട്ടാകും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന നല്ല ചിന്തകളോ ഉൾവിളികളോ നമുക്ക് കിട്ടാതെ വരും. റേഞ്ചില്ലാത്ത ഫോൺ പോലെ നാം ഒറ്റപ്പെടും. ജീവിതത്തിൽ എന്ത് വലിയ നേട്ടമുണ്ടായാലും ഉള്ളിലെപ്പോഴും ഒരു ശൂന്യതയും ഞാൻ തനിച്ച് ഒറ്റയ്ക്കാണ് എന്ന ഭയവുമെല്ലാം തോന്നും. നമുക്ക് മുകളിൽ നമ്മെ കാത്തു സൂക്ഷിക്കാൻ ആരുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നമ്മൾ ഭൗതികതയിൽ തളയ്ക്കപ്പെടും. ജീവിതമെന്നാൽ ജോലി, ഭക്ഷണം, ഉറക്കം, പണം ഇവയിൽ ഒതുങ്ങുന്നതാണ് നമ്മളെന്ന് വിശ്വസിക്കും. അതിനുമപ്പുറം വലിയൊരു സത്യം നമ്മുടെ ജീവിതത്തിനുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വൈഫൈ കണക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടതുപോലെയാണ് ഇവിടെ. ഈ സീൽ നമ്മിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നമുക്കുള്ളിൽ ഒരു സമാധാനം ലഭിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് ഞാനെന്ന വലിയ തിരിച്ചറിവ് വരും. ആ തിരിച്ചറിവ് ലഭിച്ചാൽ പിന്നെ ജീവിതത്തിൽ പേടിക്കാനായി ഒന്നുമില്ലാതാകും. പ്രിയമുള്ളവരെ, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല, എവിടെയോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അത് നമ്മുടെ തെറ്റല്ല, ഈ സീൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. പ്രപഞ്ചശക്തിയുടെ ആ സിഗ്നൽ നമുക്ക് ലഭിക്കാതിരുന്നത്. ഈ സീൽ അഴിഞ്ഞു മാറുമ്പോൾ ആ കണക്ഷൻ നമുക്ക് തിരികെ ലഭിക്കും. ഇനി നമുക്ക് 1ാമത്തെ കേന്ദ്രമായ തലയിൽ ഉൾപ്പെടുന്ന 6ാമത്തെ ജെസീലായ പീനിയൽ ഗ്ലാൻഡ് സീലിലേക്ക് കടക്കാം. ഇതിന് മറ്റൊരു പേര് മായയുടെ കണ്ണട എന്നും ഇതിനെ പറയാം. ഇതിന്റെ സ്ഥാനം എന്നത് നമ്മുടെ
തലയുടെ നടുഭാഗത്തുള്ള നമ്മുടെ മൂന്നാം കണ്ണ് അഥവാ ഉൾക്കാഴ്ചയുടെ കേന്ദ്രമായ പീനിയൽ ഗ്ലാൻഡിനെയാണ് ഈ സീൽ ബാധിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു കറുത്ത കണ്ണട ധരിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിച്ചാൽ ഈ ലോകം മുഴുവൻ ഇരുണ്ടതാണെന്നും നിറങ്ങൾ മങ്ങിപ്പോയതാണെന്നും നമ്മൾ വിശ്വസിക്കും. കാരണം നമുക്ക് യഥാർത്ഥ ലോകം കാണാൻ കഴിയില്ല. ഈ സീൽ ചെയ്യുന്നത് അതാണ്. നമ്മുടെ കണ്ണുകളിൽ ഒരു മായക്കാഴ്ചയുടെ കണ്ണട വെക്കുന്നത് പോലെയാണിത്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ സത്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും ഒരുതരം അഭിനയമാണ് അല്ലെങ്കിൽ വെറും മായയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അനാവശ്യമായി വിഷമിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും. നമ്മുടെ ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെടും. നോക്കൂ, നമുക്ക് എന്ത് വേണം, എന്താണ് ശരി എന്നതിനെ കുറിച്ചൊക്കെ ഉള്ളിൽ നിന്നൊരു ശബ്ദം വരാറില്ല. ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്ത വിധം ഈ സീൽ നമ്മുടെ ഉൾക്കാഴ്ചയെ തടയുകയാണ് ഇവിടെ. ആളുകൾ നമ്മളെ പറ്റിക്കുകയാണോ, സാഹചര്യങ്ങൾ നമ്മളെ കുഴിയിൽ ചാടിക്കുകയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ വിഡ്ഢികളാക്കപ്പെടും. ലളിതമായി പറഞ്ഞാൽ ഈ സീൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് സത്യം കാണാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമുക്ക് മുന്നിൽ നിൽക്കുന്ന സത്യത്തെ കാണാതെ കൺമുമ്പിൽ കാണുന്ന വെറും കാഴ്ചകളെ മാത്രം വിശ്വസിക്കാൻ നാം നിർബന്ധിതരാകുകയാണ് ഇവിടെ. ഈ സീൽ അഴിയുമ്പോൾ നമ്മുടെ കണ്ണിലെ ആ കറുത്ത കണ്ണട അഴിഞ്ഞു വീഴുന്നത് പോലെയാണ്. കാര്യങ്ങളുടെയൊക്കെ വലിയ മാനം നമുക്ക് മനസ്സിലാകും. ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം, സാഹചര്യങ്ങളുടെ പിന്നിലെ സത്യം എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആരെയും ഭയക്കേണ്ടി വരില്ല. കാരണം സത്യം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ സീൽ അഴിയുമ്പോഴാണ് നമ്മൾ ആദ്യമായി ശരിക്കും കാണാൻ തുടങ്ങുന്നത് തന്നെ. അതുവരെ നമ്മൾ കണ്ടത് ഒരു സിനിമ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നേരിട്ട് കാണാൻ തുടങ്ങും. ഈ ക്ലാരിറ്റിയാണ് ക്രിസ്റ്റോസ് അവതാർ ബോധത്തിന്റെ അടുത്ത പടി എന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ജെ സീൽ അഥവാ നെക്ക് സീലിനെ കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ സ്ഥാനം എന്നത് നമ്മുടെ തലയോട്ടി അവസാനിക്കുന്ന, കഴുത്ത് തുടങ്ങുന്ന പിൻഭാഗമാണ്. നമ്മുടെ തല വലിയൊരു കമ്പ്യൂട്ടർ പ്രോസസ്സർ ആണെങ്കിൽ കഴുത്തുന്നത് ആ പ്രോസസ്സറിൽ നിന്ന് ശരീരത്തിലേക്ക് നിർദ്ദേശങ്ങൾ പോകുന്ന ഹൈവേ ആണ്. ഈ അഞ്ചാമത്തെ സീൽ ഈ ഹൈവേയിൽ വെച്ചിരിക്കുന്ന വലിയൊരു തടസ്സം പോലെയാണ്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. ഇന്നത് ചെയ്യണം, നാളെ അത് തുടങ്ങണം. പക്ഷെ അത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എവിടെയോ ഒരു തടസ്സം നമുക്ക് അനുഭവപ്പെടും. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയാതെ വരും. ഈ സീൽ നമ്മുടെ ചിന്തയെയും ശരീരത്തെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുകയാണ് ചെയ്യുക. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അതേക്കുറിച്ച് തന്നെ മണിക്കൂറുകളോളം ആലോചിച്ച് കുരുങ്ങിപ്പോകുന്ന അവസ്ഥയാണിത്. മനസ്സിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ആശയവിനിമയത്തിലെ പോരായ്മയാണ് മറ്റൊന്ന്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നായിരിക്കാം, പക്ഷെ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കുന്നത് വേറൊന്നായിരിക്കും. വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തക്കേട് അനുഭവപ്പെടും. ലളിതമായി പറഞ്ഞാൽ ഈ സീൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നമ്മളൊരു ബന്ദിയായ മനസ്സുമായി ജീവിക്കുകയാണ് ഉണ്ടാവുക. അറിവും കഴിവും നമുക്കുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാൻ ഈ സീൽ സമ്മതിക്കില്ല. ഈ സീൽ അഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് പറയുന്നത് പോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും. ആശയക്കുഴപ്പങ്ങൾ മാറി വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. നമ്മളൊരു കൺഫ്യൂസ്ഡ് ആയ വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഈ സീൽ അഴിയുന്നതോടെ നമുക്കുള്ളിലെ എനർജി ഫ്ലോ തടസ്സമില്ലാതെ ഒഴുകാൻ തുടങ്ങും. ഇതാണ് ഒരു ക്രിസ്റ്റോസ് അവതാറിന്റെ ലക്ഷണം. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഒരേ ലൈനിൽ വരും. അതാണ് യഥാർത്ഥ മാസ്റ്ററി. ഇത് നമ്മുടെ ചിന്തകളെ തളയ്ക്കുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ സെന്ററിലേക്ക് വരാം. മൂന്നാം ഇടമാണത്. ഇവിടെ 2 ജേസീലുകൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. 4ാമത്തെ ജേസീൽ വലതു തോളിലും 3ാമത്തെ ജേസീൽ
ഇടത് തോളിലുമായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ ലളിതമായി അനാവശ്യ ഭാരങ്ങൾ ചുമക്കുന്ന ബാക്ക് പാക്ക് എന്ന് വിളിക്കാം നമുക്ക്. നമ്മുടെ തോളുകൾ എന്നതേ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെയും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയും സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഇതിനെ മനസ്സിലാക്കാൻ നമ്മളൊരു വലിയ യാത്രയ്ക്ക് പോകുകയാണെന്ന് കരുതിയാൽ നമുക്കറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ച വലിയൊരു ബാക്ക് പാക്ക് നമ്മുടെ തോളിൽ ആരെങ്കിലും കെട്ടിവെച്ചു എന്ന് കരുതുക. നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭാരം അനുഭവപ്പെടും. വേഗത്തിൽ നടക്കാൻ കഴിയില്ല, വല്ലാതെ തളർന്നു പോകും അവിടെ. ഈ രണ്ട് സീലുകളും ചെയ്യുന്നത് നമ്മുടെ തോളിൽ ഇങ്ങനെ ഒരു അദൃശ്യമായ ഭാരം വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത അമിതമായ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നമ്മൾ മാറും. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലാണെന്നും അതൊക്കെ ഞാൻ തന്നെ പരിഹരിക്കണമെന്നും തോന്നും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ട് സ്വന്തം ഊർജം മുഴുവൻ കളയുന്ന ഒരവസ്ഥയാണിത്. മറ്റൊന്ന് പ്രവർത്തിക്കുവാനുള്ള മടിയാണ് മറ്റൊരു കാര്യം. ഒരു കാര്യം തുടങ്ങാൻ വലിയ ആഗ്രഹമുണ്ടാകും, പക്ഷെ തോളിലെ ആ ഭാരം കാരണം ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറഞ്ഞ് നമ്മളത് മാറ്റിവെക്കും. ഈ സീലുകൾ നമ്മുടെ ഊർജത്തെ മരവിപ്പിക്കുന്നത് കൊണ്ടാണത്. മറ്റൊന്ന് ഭയവും അരക്ഷിതാവസ്ഥയുമാണ്. ഞാനിത് ചെയ്താൽ ശരിയാകുമോ, പരാജയപ്പെട്ടാൽ ആളുകൾ എന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്തകൾ ഈ സീലുകൾ കാരണം നമ്മിൽ കൂടുതലായിരിക്കും. നമ്മൾ സ്വയം ചെറിയവരായി മാറാൻ ശ്രമിക്കും. ഈ സീലുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അമിതമായി ആകുലപ്പെടുന്നത്. തോളിൽ വലിയൊരു ഭാരമുള്ളതുപോലെ എപ്പോഴും ഒരു സമ്മർദ്ദം, എത്ര വിശ്രമിച്ചാലും മനസമാധാനം കിട്ടാത്ത അവസ്ഥയൊക്കെയാണ് ഇതിന്റെ ഫലം. ഈ സീലുകൾ നമ്മിൽ നിന്ന് അഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ തോളിൽ തൂക്കിയ ആ വലിയ ബാക്ക് പാക്ക് തോളിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ അനുഭവപ്പെടും. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വലിയ ആവേശം നമ്മിൽ വന്നു ചേരും. എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം നമ്മിൽ നിറയും. അമിതമായ കാര്യങ്ങളെ വലിച്ചിഴയ്ക്കാതെ വളരെ ഫ്രീ ആയി നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഈ സീലുകൾ അഴിയുന്നതോടെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാൻ തുടങ്ങും. ലോകത്തിലെ മുഴുവൻ ഭാരവും നമ്മുടെ തോളിൽ വെക്കേണ്ടതില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ഈ ലഘുത്വമാണ് ക്രിസ്റ്റോസ് അവതാർ ബോധത്തിന്റെ അടുത്ത ലക്ഷണം. നമ്മൾ ഭൂമിയിൽ ഭാരമില്ലാതെ വളരെ കൂളായി സഞ്ചരിക്കുന്ന ഒരാളായി മാറുക. ഇത് നമ്മുടെ പ്രവൃത്തികളെയും കർമ്മങ്ങളെയും നിയന്ത്രിക്കും. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആഴത്തിലുള്ള നമ്മുടെ വൈകാരികവും ഭൗതികവുമായ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അവസാനത്തെ 2 സീലുകളിലേക്ക് കടക്കാം. ഇതിൽ രണ്ടാമത്തെ സീലിന്റെ സ്ഥാനം എന്നത് നമ്മുടെ ഹൃദയ കേന്ദ്രമാണ്. ഒന്നാമത്തെ സീൽ നമ്മുടെ പെൽവിക് ഏരിയയിൽ, അതായത് നമ്മുടെ നട്ടെല്ലിന് കീഴ്ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ രണ്ടും നമ്മുടെ ശരീരത്തിന്റെ അടിത്തറയാണ്. ലളിതമായി ഇതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയകേന്ദ്രത്തിലുള്ള രണ്ടാമത്തെ സീൽ അഥവാ ഹാർട്ട് സീൽ, ഇതിനെ നമുക്ക് വൈകാരികമായ തടവറ എന്ന് വിളിക്കാം. നമ്മുടെ ഹൃദയം എന്നത് കേവലം രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം മാത്രമല്ല, അതൊരു ഊർജ കേന്ദ്രമാണ്. ക്രിസ്റ്റോസ് അവതാർ ബോധം എന്ന സ്നേഹപ്രവാഹം പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ഈ ഹൃദയവാതിൽ തുറന്നിരിക്കണം. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള പേടിയാണ്. താൻ സ്നേഹം കൊടുത്താൽ അത് മറ്റുള്ളവർ നിരസിക്കുമോ അല്ലെങ്കിൽ താൻ വേദനിക്കുമോ എന്ന ഭയം കാരണം മനസ്സിന് ചുറ്റും ഒരു വലിയ മതിൽ നമ്മൾ പണിയും. ആളുകളുമായി അടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. എല്ലാവരും ചുറ്റുമുണ്ടാകും, പക്ഷെ ഉള്ളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നും. ഒരു മെഷീനെ പോലെ ജീവിക്കുന്നു എന്നൊരു തോന്നൽ നമ്മിലുണ്ടാകും. തന്നെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ, ഞാനിതിന് അർഹനല്ല എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും. ലളിതമായി പറഞ്ഞാൽ, ഈ സീൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരുതരം വൈകാരികമായ മരവിപ്പ് നമുക്ക് അനുഭവപ്പെടും. ഈ സീൽ അഴിയുമ്പോൾ നമ്മൾ വലിയൊരു ആശ്വാസം അനുഭവിക്കും. അവിടെ
സ്നേഹിക്കാൻ പേടിയില്ലാതാകും. എല്ലാവരെയും ഉള്ളു തുറന്ന് അംഗീകരിക്കാനും സ്വയം സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. യഥാർത്ഥ സന്തോഷം എന്നത് പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇനി നമുക്ക് ഒന്നാമത്തെ സീൽ, അതായത് പെൽവിക് സീലിനെ കുറിച്ച് ചിന്തിക്കാം. ഇത് ഏറ്റവും അവസാനത്തേതും അടിസ്ഥാനപരവുമായ സീലാണ്. പെൽവിക് സീല് ഇത് നമ്മുടെ ജീവിതത്തിന്റെ വേരുകളെ തടയപ്പെടും. നമ്മുടെ നട്ടെല്ലിന്റെ അവസാന ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ അസ്ഥിരതയുടെ നങ്കൂരം എന്ന് വിളിക്കാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പേടിയായിരിക്കും. പണം, സുരക്ഷിതത്വം, ജോലി, ഇതിനെക്കുറിച്ചൊക്കെ അമിതമായ പേടിയായിരിക്കും. നാളെ എന്ത് സംഭവിക്കുമെന്ന ചിന്ത എപ്പോഴും നമ്മുടെ തലയിലുണ്ടാകും. അത് നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ജീവിതത്തെ ആസ്വദിക്കാൻ പറ്റാത്ത വിധം ഭയം നമ്മളെ പിടികൂടിയിരിക്കും. ഭൂമിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നേ. എപ്പോഴും എന്തൊക്കെയോ ഒരു ആധിയിലായിരിക്കും നമ്മൾ. എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലായിരിക്കും. സമാധാനം കിട്ടില്ല. ജീവൻ നിലനിർത്താനുള്ള പോരാട്ടമായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളിവിടെ ജീവിക്കുകയല്ല, മറിച്ച് ജീവൻ നിലനിർത്താൻ പോരാടുകയാണ് ചെയ്യുക. ഈ പോരാട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുകയാണ്. ലളിതമായി പറഞ്ഞാൽ, ഈ സീൽ ഉള്ളതുകൊണ്ട് എത്ര പണമുണ്ടായാലും എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ഒരു സുരക്ഷിതത്വമില്ലായ്മ എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഈ സീൽ അഴിയുമ്പോൾ നമ്മൾ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മരത്തെ പോലെയാകും. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും തകർന്നു പോകില്ല. ഈ ഒരു ഉറപ്പ് നമുക്ക് കിട്ടും. ജീവിതത്തെ ഭയത്തോടെയല്ല, ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമുക്ക് കഴിയും. സമാധാനം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകും. പ്രിയമുള്ളവരെ, ഹൃദയത്തിലെയും പെൽവിക് ഭാഗത്തെയും ഈ സീലുകൾ അഴിയുമ്പോൾ നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറുകയാണ്. ഒന്നാമത്തെ സീൽ നമ്മുടെ ഭയത്തെ മാറ്റും. രണ്ടാമത്തെ സീൽ നമ്മുടെ സ്നേഹത്തെ ഉണർത്തും. ഈ 5 കേന്ദ്രങ്ങളിലെയും 7 സീലുകളെയും കുറിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു, അല്ലേ? ഇനി നമ്മൾ കടക്കുന്നത് ഈ സീലുകളെ അഴിക്കുന്ന മഹാദീക്ഷയിലേക്കാണ്. ഈ 5 കേന്ദ്രങ്ങളെ തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അത്രയും മൂല്യമുള്ള ഒരു പാഠമാണ്. ഇതൊരു എനർജി സർജറി പോലെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സർജൻ ശരീരത്തിലെ അർബുദത്തെ നീക്കം ചെയ്യുന്നത് പോലെ നമ്മുടെ ഊർജ ശരീരത്തിലെ ഈ അസ്വാഭാവികമായ ലോക്കുകളെ നമ്മൾ അഴിച്ചു മാറ്റണം. ഈ സീലുകൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ DNA ബാക്കിയുള്ള സ്ട്രാൻഡുകൾക്ക് ഉണരാൻ സാധിക്കില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ക്രിസ്റ്റോസ് അവതാർ ബോധം നമ്മിൽ പൂർണ്ണമായും പ്രകടമാകില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഈ 5 കേന്ദ്രങ്ങളെയും മാനസികമായി തിരിച്ചറിയുക എന്നതാണ്. ഓരോ കേന്ദ്രവും ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്കെന്ത് അനുഭവപ്പെടുന്നു? ഭാരം തോന്നുന്നുണ്ടോ? തലവേദനയോ അസ്വസ്ഥതയോ ഉണ്ടോ എന്നെല്ലാം തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു വിജയമാണ്. കാരണം രോഗം എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കൂ എന്നതുപോലെയാണത്. നമ്മുടെ ഈ പരിശീലനത്തിന്റെ അടുത്ത ഘട്ടമായ മഹാദീക്ഷയിലാണ് നമ്മൾ ഈ സീലുകളെ അഴിക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ അറിവുകൾ നമ്മുടെ ബോധത്തിൽ ഉറപ്പിക്കണം. ഈ സീലുകൾ എവിടെയാണെന്നും അവ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഈ അറിവ് സ്വായത്തമാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരറിവല്ല. യുക്തി കൊണ്ട് ഇതിനെ അളക്കുന്നത് വിഡ്ഢിത്തമാണ്. മറിച്ച് ഇത് അനുഭവിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ അഴിക്കാമെന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അതിനായി സജ്ജമാക്കേണ്ടതുണ്ട്. ഈ അറിവുകൾ നമ്മെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു മാസ്റ്ററിലേക്ക് വളർത്താൻ പോകുകയാണ്. നമ്മൾ നമ്മുടെ ഊർജമണ്ഡലമായ ഓറയെക്കുറിച്ചും നമ്മുടെ DNA തടയുന്ന 7 ജയ്സീലുകളെ കുറിച്ചും ആഴത്തിൽ പഠിച്ചു. ഇനി നമ്മൾ കടക്കുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കാണ്, അതായത് മഹാദീക്ഷയിലേക്കാണ്. ഇത് വെറുമൊരു ധ്യാനമല്ല,
മറിച്ച് നമ്മുടെ ഊർജത്തെ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ മഹാദീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കൃത്യമായ 6 പടികളുണ്ട്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ ആദ്യ ഘട്ടം എന്നത് സജ്ജീകരണത്തിന്റെ സമയമാണ്. നമ്മൾ ഈ മഹാദീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ അന്തരീക്ഷം വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ധ്യാനം പരിശീലിക്കുന്നിടത്ത് പൂർണ്ണമായ നിശബ്ദതയുണ്ടായിരിക്കണം. നമ്മുടെ കയ്യിലുള്ള ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിലാക്കുകയോ ചെയ്യാം. നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കണം. കാരണം പ്രപഞ്ചത്തിന്റെ സ്വർണപ്രകാശം നമ്മുടെ ക്രൗണിൽ നിന്ന് നട്ടെല്ലിലൂടെ താഴേക്ക് ഒഴുകേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവരുത്. ഇവിടെ അലസമായ ഒരു ഇരിപ്പല്ല വേണ്ടത്. ഒരു പ്രത്യേക കാര്യം ഓർക്കുക, ഏത് മെഡിറ്റേഷന് മുൻപും പിൻപും ചെറിയ വ്യായാമങ്ങൾ ചെയ്യുന്നത് അത്രത്തോളം മഹത്തരമാണ്. നമ്മുടെ മെറിഡിയൻസിലെയും മസിൽ സിസ്റ്റങ്ങളുടെയും കെട്ടുകൾ അഴിയാനും അവിടെ ഒരു ലഘുത്വം അനുഭവപ്പെടുവാനും ഇത് വളരെയേറെ നമ്മെ സഹായിക്കും. ഇവിടെ നമ്മുടെ ഇരിപ്പെന്നത് ഒരു ആത്മീയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു പോരാളിയെ പോലെ അതീവ ശ്രദ്ധയോടെയുള്ള ഇരിപ്പാണ്. രണ്ടാം ഘട്ടത്തിൽ ബോധപൂർവമായ അനുവാദം കൊടുക്കലാണ്. പലരും ചെയ്യുന്ന തെറ്റെന്തെന്നാൽ അവർ വെറുതെ കണ്ണടച്ചിരിക്കും എന്നതാണ്. ഇവിടെ അത് മതിയാകില്ല. കാരണം നമ്മളിവിടെ മനസ്സുകൊണ്ട് ആജ്ഞാപിക്കണം, പ്രപഞ്ചമേ, എൻ്റെ ഓറയിലെയും ജേസീൽ കേന്ദ്രങ്ങളിലെയും തടസ്സങ്ങൾ നീക്കാൻ ഞാൻ അനുവാദം നൽകുന്നുവെന്ന്. ഓർക്കുക, നിങ്ങളുടെ ഫ്രീ വില്ലില്ലാതെ ഈ പ്രപഞ്ചശക്തിക്ക് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ അനുവാദം നൽകുമ്പോൾ മാത്രമാണ് ആ പ്രവാഹം നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങുകയുള്ളൂ. മൂന്നാമത്തെ ഘട്ടം എന്നത് നമ്മുടെ ഓറ ശുദ്ധീകരണമാണ്. ജേസീലുകളെ തൊടുന്നതിന് മുൻപ് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. പുറമേ നിന്നുള്ള നെഗറ്റീവ് ചിന്തകളും ഊർജങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പാളി നമ്മുടെ ശരീരത്തിന് ചുറ്റുമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. കണ്ണുകളടച്ച് പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രകാശത്തിന്റെ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒഴുകി നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയിലൂടെ താഴേക്കൊഴുകി ആ പ്രകാശം നമ്മുടെ ഓറയിലുള്ള എല്ലാ അഴുക്കുകളെയും ഇരുട്ടിനെയും കഴുകിക്കളയുകയും നമ്മുടെ ഓറ തിളങ്ങുന്ന പ്രകാശമായി മാറ്റുന്നതും കണ്ടുകൊണ്ടിരിക്കണം. നമ്മുടെ ഓറ ക്ലീൻ ആയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ പാടുള്ളൂ. നാലാമത്തെ ഘട്ടം എന്നത് സീലുകൾ ഇരിക്കുന്ന 5 കേന്ദ്രങ്ങളിലെ ശ്രദ്ധയാണ്. മഹാദീക്ഷയുടെ സമയത്ത് നമ്മുടെ ശ്രദ്ധ അവിടെയും ഇവിടെയുമായി അലഞ്ഞു പോകരുത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതായ ആ 5 പ്രധാന കേന്ദ്രങ്ങളായ ക്രൗൺ, പീനിയൽ, നെക്ക്, ഷോൾഡേഴ്സ്, ഹാർട്ട്, പെൽവിക് ഇവിടങ്ങളിൽ കൃത്യമായ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിക്കണം. ആ സമയത്ത് അവിടെ പറയുന്ന ഓരോ കമാൻഡുകളും ആ 5 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. ഓരോ കേന്ദ്രത്തിലും ശ്രദ്ധ വയ്ക്കുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പോലെ സങ്കല്പിക്കണം. 5ാമത്തെ ഘട്ടം എന്നത് വിമുക്തിയുടെ ആജ്ഞയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഓരോ സീലിനെയും അഴിക്കുമ്പോൾ നമ്മൾ വെറുതെ സങ്കല്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന് നമ്മുടെ സത്തയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കണം. ഇതൊരു ഉത്തരവാദിത്തമാണ്. ഒരു മാസ്റ്റർ തന്റെ ശരീരത്തോട് പറയുന്ന ആജ്ഞയാണത്. ഭയമില്ലാതെ ദൃഢതയോടെ വേണം ആ കമാൻഡുകൾ നൽകാൻ. 6ാമത്തെ ഘട്ടത്തിൽ സുവർണ പ്രകാശത്തിന്റെ സംയോജനമാണ്. സീലൊക്കെ നീങ്ങിയതിനു ശേഷമുണ്ടാവുന്ന ആ ശൂന്യതയിലേക്ക് പ്രപഞ്ചത്തിന്റെ അനന്തമായ സുവർണ പ്രകാശം നിറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് ക്രിസ്റ്റോസ് അവതാർ സെൽഫ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം. ഈ പ്രകാശത്തെ നമ്മുടെ ഓരോ കോശത്തിലും നമ്മൾ ഉറപ്പിക്കണം. ഇതാണ് ഗ്രൗണ്ടിങ് എന്നത്. ഈ പടികൾ നമ്മൾ ശീലിച്ചാൽ മാത്രമേ മഹാദീക്ഷ അവിടെ പൂർണ്ണമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പ്രക്രിയയുടെ ഭാഗമായ ഏറ്റവും പവിത്രമായ മെഡിറ്റേഷൻ ഓഡിയോ ഞാൻ ഇവിടെ നൽകുന്നില്ല. കാരണം ഇതിൻ്റെ ഊർജം വളരെ ശക്തമാണ്.
ധാരണയില്ലാത്തവർ ഇത് കേൾക്കുന്നത് അവരുടെ ഊർജമണ്ഡലത്തിൽ അസ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ഈ 6 പടികൾ കൃത്യമായി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനായുള്ള പ്രത്യേക മെഡിറ്റേഷനുകളും ആക്ടിവേഷൻ കോഡുകളും സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഇത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സന്ദേശം അയയ്ക്കുക. നിങ്ങൾ ആ കോഡുകൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മഹാദീക്ഷയുടെ പവിത്രമായ അനുഭവത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. അർപ്പണബോധമുള്ളവർ മാത്രം ഈ പാതയിലേക്ക് കടന്നു വരിക. ഈ ദീക്ഷയുടെ മെഡിറ്റേഷനും കോഡുകളും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത് സൗജന്യമല്ല. ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു അറിവ് സ്വീകരിക്കുമ്പോൾ ദക്ഷിണ നൽകുന്നത് ആ അറിവിന്റെ ഊർജത്തെ നമുക്കുള്ളിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ്. ഈ ദൗത്യം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കൂടുതൽ പേരിലേക്ക് ഈ പ്രകാശം എത്തിക്കുവാനും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പിന്തുണ ദക്ഷിണയായി നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ നൽകാവുന്നതാണ്. ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ ഈ അറിവിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ആ ഊർജ വിനിമയത്തിന് മുൻകൈയെടുക്കുക. അത് ഈ യാത്രയെ കൂടുതൽ ശക്തമാക്കും. ശരി, നമുക്ക് നമ്മുടെ ഇന്നത്തെ ചിന്തകളുടെ അവസാന ഭാഗമായ സംയോജനം എന്ന വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ കുറച്ചു സമയം വലിയൊരു ഊർജയാത്രയിലായിരുന്നു. നാം നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ജയശീലുകളെക്കുറിച്ചുള്ള അറിവ് നേടുകയും ഒടുവിൽ മഹാദീക്ഷയിലൂടെ ആ തടസ്സങ്ങളെ നീക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയുമാണ്. എന്നാൽ പ്രിയമുള്ളവർ, ഒരു കെട്ടിടം പണിതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മറിച്ചത് വാസയോഗ്യമാകണം. അതാണ് ഈ സംയോജനം എന്നത്. നമ്മൾ ചെയ്ത ആക്ടിവേഷൻ വെറുമൊരു സംഭവമല്ല, അതൊരു തുടക്കമാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പ്രപഞ്ചത്തിന്റെ സുവർണ പ്രകാശവുമായി പൊരുത്തപ്പെടാൻ സമയമെടുക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്നാമത്തേത് ഊർജത്തിന്റെ സ്ഥിരതയാണ്. ഈ ആക്ടിവേഷന് ശേഷം ചിലപ്പോൾ നമ്മൾ വളരെ ശാന്തമായിരിക്കും, ചിലപ്പോൾ അമിതമായ ഊർജവും അനുഭവപ്പെടാം. ഇതൊരു സാധാരണ അവസ്ഥയാണ്. നമ്മുടെ എല്ലാം ശരീരം ഒരു പുതിയ ഫ്രീക്വൻസിയിലേക്ക് മാറുകയാണ്. ഇവിടെ നമ്മൾ പരിഭ്രമിക്കരുത്, മറിച്ച് ആ ഒഴുക്കിനൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കണം. അധികം ബഹളങ്ങളുള്ള ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തേത് ശുദ്ധീകരണത്തിന്റെ പാതയാണ്. നമ്മുടെ DNA പ്രകാശം സ്വീകരിക്കുമ്പോൾ അതിനൊരു വാഹകം ആവശ്യമാണ്. അതിനായി ധാരാളം ശുദ്ധജലം കുടിക്കണം നമ്മൾ. ജലം ഊർജത്തെ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് നമ്മുടെ കോശങ്ങളിലെ പഴയ വിഷാംശങ്ങളെ പുറന്തള്ളാൻ നമ്മെ സഹായിക്കും. മൂന്നാമത്തത് നിരീക്ഷണ പാടവമാണ്. നമ്മളൊരു നിരീക്ഷകനായി മാറണം ഇവിടെ. ദീക്ഷയ്ക്ക് ശേഷം നമ്മുടെ ചിന്തകൾ പഴയതുപോലെയാണോ, അതോ കൂടുതൽ വ്യക്തതയുണ്ടോ? പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടോ, അതോ ശാന്തമായി നേരിടുന്നുണ്ടോ എന്നിങ്ങനെയുള്ള മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ നിരീക്ഷണമാണ് നമ്മെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു മാസ്റ്ററിലേക്ക് വളർത്തുന്നത്. നാലാമതായി കോഡുകളുടെ സംരക്ഷണമാണ്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ആക്ടിവേഷൻ കോഡുകൾ പവിത്രമാണ്. അത് വെറും ചിത്രങ്ങളല്ല, അതൊരു വൈബ്രേഷണൽ കീ ആണ്. ആ കോഡ് നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കണം. അത് നമ്മുടെയും പ്രപഞ്ചത്തിൻ്റെയും ഇടയിലുള്ള ഒരു രഹസ്യമാണ്. ആ കോഡിന്റെ ഊർജം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ ഒരു ഇടം കൊടുക്കണം അവിടെ. പ്രിയമുള്ളവരെ, ഒന്നാം ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മളിവിടെ അടിത്തറ പാകി കഴിഞ്ഞു. എന്നാൽ ഇനിയാണ് യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. രണ്ടാം ഭാഗത്തിൽ നാം നമ്മുടെ DNA ബ്ലോക്കുകളെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ പോകുകയാണ്. അത് ഈ ഒന്നാം ഭാഗത്തെക്കാളും ആഴത്തിലുള്ളതും ശക്തവുമായ പ്രക്രിയയാണ്. ആ യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കോഡുകളും മെഡിറ്റേഷനുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ
ആഗ്രഹിക്കുകയാണ്. ഈ ദൗത്യം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ പ്രകാശത്തെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുവാനും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഊർജ വിനിമയം ഈ അറിവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി ഉറപ്പിക്കും. അർപ്പണബോധമുള്ളവർ മാത്രം ഈ യാത്രയിലേക്ക് കടന്നു വരിക. പ്രകാശം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.